നമസ്കാരം. അറബി ദിസ് വീക്കിൻ്റെ ഏറ്റവും പുതിയ അധ്യായത്തിലേക്ക് എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സ്വാഗതം. നിറഞ്ഞ മനസ്സോടെ പുണ്യ റമദാനെ സ്വീകരിച്ചിരിക്കുകയാണ് UAE-ലെങ്ങും വിശ്വാസികൾ. UAE-ൽ ഉടനീളമുള്ള സ്ഥലങ്ങളിൽ റമദാനോടനുബന്ധിച്ച് വ്യത്യസ്തമായ പരിപാടികളാണ് ഇത്തവണയും ഒരുക്കിയിരിക്കുന്നത്. വിവിധ സംഘടനകളുടെ നേതൃത്വത്തിൽ വിവിധയിടങ്ങളിൽ ഇഫ്താർ സംഗമങ്ങളും സജീവമാണ്. അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ. പുണ്യ റമദാനെ ആവേശത്തോടെ നിറഞ്ഞ മനസ്സോടെ സ്വീകരിച്ചിരിക്കുകയാണ് വിശ്വാസികൾ. ഇഫ്താറുകളും രാത്രി നമസ്കാരങ്ങളുമായി വിശ്വാസികൾ സജീവമാകുന്ന പള്ളികളിൽ ഒരുക്കങ്ങൾ നേരത്തെ തന്നെ പൂർത്തിയായിരുന്നു. രാജ്യത്തെ ഏറ്റവും വലിയ പള്ളിയായ അബുദാബി ഷെയ്ഖ് സായിദ് ഗ്രാൻഡ് മോസ്കിൽ പ്രത്യേകം കമ്മിറ്റികളും ടീമുകളും നിശ്ചയിച്ചാണ് വിശ്വാസികൾക്ക് സൗകര്യമൊരുക്കി വരുന്നത്. ജീവനക്കാർക്കൊപ്പം റമദാനിൽ പ്രത്യേക സേവനം ചെയ്യാൻ 580 വോളണ്ടിയർമാരെയും കണ്ടെത്തിയിട്ടുണ്ട്. എമിറേറ്റ്സ് റെഡ് ക്രസന്റും പോലീസും ആരോഗ്യ പ്രവർത്തകരും സിവിൽ ഡിഫൻസ് അംഗങ്ങളും ഇവർക്കൊപ്പം ഈ മാസം മുഴുവൻ സേവനത്തിനുണ്ടാകും. മലയാളികൾ അടക്കമുള്ളവർ വിവിധയിടങ്ങളിൽ ഇഫ്താർ സംഗമങ്ങൾ ഒരുക്കി പുണ്യമാസത്തിൽ പരസ്പര സ്നേഹത്തിന്റെയും പങ്കുവെക്കലിന്റെയും സന്ദേശം പകരുകയാണ്. വളരെ ആവേശത്തോടെയാണ് എല്ലാവരും റമദാനെ വരവേൽക്കുന്നത്. കൂട്ടായ്മകളുടെ നേതൃത്വത്തിലും പ്രവാസി സംഘടനകളുടെ നേതൃത്വത്തിലും ഇഫ്താർ സംഗമങ്ങൾ തുടക്കം മുതൽ തന്നെ സജീവമാണ്. നോമ്പുതുറ സമയങ്ങളിൽ കിറ്റുകൾ വിതരണം ചെയ്യുന്നതിന് ദുബായിൽ മാത്രം 1200 പെർമിറ്റുകൾ അനുവദിച്ചുവെന്നാണ് എമിറേറ്റിലെ ഇസ്ലാമിക കാര്യ ജീവകാരുണ്യ വകുപ്പ് അറിയിച്ചത്. ലേബർ ക്യാമ്പുകൾക്ക് സമീപവും പള്ളികളോട് ചേർന്നുമാണ് പ്രധാനമായും ഇത്തരത്തിൽ ഇഫ്താർ ടെന്റുകളും സംഗമങ്ങളും നടക്കുക. വിവിധ രാജ്യക്കാരായ ആളുകൾ ഒരുമിച്ചെത്തി മനസ്സു നിറഞ്ഞ് ഭക്ഷണം കഴിച്ചു മടങ്ങും. ജാതി മത വർഗ വ്യത്യാസമില്ലാതെ ഇവിടെ എല്ലാവർക്കും വയറു നിറയെ ഭക്ഷണമുണ്ട്. മലയാളി സംഘടനകൾ ഒരുമിച്ച് ഇഫ്താർ ഫോഴ്സ് എന്ന പേരിൽ ലേബർ ക്യാമ്പുകളിൽ ഭക്ഷണം എത്തിക്കുന്നുണ്ട്. ഓരോ ദിവസവും 1000-ലധികം ആളുകൾക്കാണ് ഇവർ ഭക്ഷണം എത്തിക്കുന്നത്. നോമ്പ് തുറക്കുമ്പം ഏറ്റവും കൂടുതൽ ആവശ്യക്കാരായുള്ള ആളുകൾക്ക് ഭക്ഷണം എത്തിച്ചു കൊടുക്കുക എന്നുള്ള കൂടിയുണ്ട്. കാരണം ഒരാളുടെ വിശപ്പ് എന്താണെന്ന് അറിയുന്നതാണ് ശരിക്കും പറഞ്ഞാൽ നോമ്പിനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആ വിശപ്പ് അറിയുന്നത് വിശപ്പുള്ളവൻ്റെ കൂടെ നോമ്പ് തുറക്കുമ്പോഴാണ് അത് കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാവുക. അങ്ങനെ അറിഞ്ഞിട്ടാണ് നമ്മൾ സജ്ജ ഭാഗത്തേക്കൊക്കെ എത്തിച്ചേരുന്നത്. ഈ സജ്ജ ഭാഗത്ത് ഒരുപാട് തൊഴിലാളികൾ, സാമ്പത്തികമായിട്ട് പിന്നോട്ട് നിൽക്കുന്ന ഒരുപാട് ആളുകളുണ്ട്, പാർശ്വവൽക്കരിക്കപ്പെട്ട ആളുകളുണ്ട്, പല രാജ്യങ്ങളിൽ നിന്നുള്ള ആളുകളുണ്ട്. അപ്പോൾ അവരെ തേടി നമ്മൾ 10, 40, 50 കിലോമീറ്ററുകൾ സഞ്ചരിച്ച് റോഡ് പോലെ ഇല്ലാത്ത സ്ഥലങ്ങളിലൂടെയൊക്കെ വന്നിട്ടാണ് നമ്മൾ ഈ ആളുകളെ കണ്ടെത്തുകയും അങ്ങനെ ആളുകൾക്കുള്ള ഏരിയയിൽ വന്നിട്ടാണ് ഭക്ഷണം കൊടുക്കുന്നത്. 2 ലൊക്കേഷനിലാണ് ഞങ്ങൾ ഇഫ്താർ ഫോഴ്സ് ഇഫ്താർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിൽ എല്ലാ സംഘടനകളുണ്ട്. ഇതുപോലെ ഫോസ, GPU, അതുപോലെ തന്നെ അനന്തപുരി എന്നിങ്ങനെ എല്ലാ സംഘടനകളും ചേർന്നുകൊണ്ട് ഞങ്ങൾക്ക് സപ്പോർട്ട് ചെയ്തുകൊണ്ടാണ് ഈ ഇഫ്താർ ഫോഴ്സ് മുന്നോട്ട് പോകുന്നത്. ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചെങ്കിൽ ഞങ്ങൾ ക്യാഷായിട്ട് 1 ദിർഹംസ് പോലും സ്വീകരിക്കാറില്ല ഈ ഇഫ്താർ ഫോഴ്സ്. ഇത്തരത്തിൽ സാഹോദര്യത്തിന്റെയും പരസ്പര സ്നേഹത്തിന്റെയും പങ്കുവെക്കലിന്റെയും സന്ദേശമാണ് ഓരോ ഇഫ്താർ സംഗമങ്ങളും പങ്കുവെക്കുന്നത്. കഴിഞ്ഞ വർഷം ഞങ്ങൾ റെഡ് ക്രസൻറ്റിൽ നിന്ന് ഞങ്ങൾക്ക് പെർമിഷൻ തന്നിട്ട് ഞങ്ങൾ സജാ പാർക്കിൽ ഒത്തുകൂടി. സജാ പാർക്കിൽ ഒത്തുകൂടിയിട്ട് ഞങ്ങളെല്ലാവരും കൂടെ ഉണ്ടാക്കിയ ഒരു സംഘടനയാണ് ഇഫ്താർ ഫോഴ്സ്. ഇഫ്താർ ഫോഴ്സിന് കീഴിൽ കഴിഞ്ഞ വർഷം വളരെ ഭംഗിയായിട്ട് ഇഫ്താർ ഇവിടെ പല പല സംഘടനകളെയും യോജിപ്പിച്ചുകൊണ്ടും വളരെ അർഹതപ്പെട്ട പാവപ്പെട്ട പ്രവാസികൾക്ക് ലേബർ ക്യാമ്പിൽ നിന്ന് ഭക്ഷണമോ അല്ലെങ്കിൽ സൗകര്യങ്ങളോ ഇല്ലാത്ത ആളുകൾക്ക് ആണ് നമ്മളിവിടെ കൃത്യമായിട്ട് ഇപ്പോൾ ഫുഡ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നമുക്ക് ഈ വർഷം പാർക്ക് കിട്ടാതെ വന്നപ്പോൾ ഈ വർഷം 2 പള്ളികളെ കേന്ദ്രീകരിച്ചുകൊണ്ട് ലേബർ ക്യാമ്പിൽ നിന്നുള്ള ആളുകളെ ഇങ്ങോട്ട് എത്തിച്ചുകൊണ്ടാണ് നമ്മൾ ഫുഡ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. പെരുന്നാൾ അറിയിക്കുന്ന ദിവസം വരെ ഇവരിങ്ങനെ കൈമെയ് മറന്ന് ഇഫ്താർ ഒരുക്കിക്കൊണ്ടേയിരിക്കും. പ്രാവശ്യം കുറച്ചും കൂടി ഒന്ന് ഉഷാറാക്കാൻ വേണ്ടിയിട്ട് പല സംഘടനകളിലും കൂടിയിട്ട് നമ്മളെന്താക്കി സജ്ജ അർഹതപ്പെട്ടവർക്ക് എത്തിക്കുക എന്നുള്ളത് തന്നെയാണ്. സജ്ജ ഏകദേശം എല്ലാവർക്കും അറിയാം സജ്ജ ലേബർ ക്യാമ്പിൻ്റെ അവസ്ഥ. ഇപ്രാവശ്യം നമുക്ക് 2 പള്ളികളാണ്.
2 പള്ളികളിൽ നമ്മൾ ശരിക്കും 1, 2, 3 ദിവസം നമ്മൾ അതിൻ്റെ ഒരു പ്ലാനിങ് നമുക്ക് കിട്ടി. ഇന്നത്തെ ദിവസം എന്ന് പറഞ്ഞാൽ വളരെ സന്തോഷമാണ്. നമുക്കത് കൃത്യമായിട്ട് വരുന്നവർക്കെല്ലാം നല്ല രീതിയിൽ അത് വെച്ച് കൊടുക്കാനുള്ള ഒരു ഐഡിയാസും കൂടി നമുക്ക് കിട്ടി. എല്ലാ ദിവസവും നമ്മളുണ്ടാവും സജീവമായിട്ട്, എല്ലാ മെമ്പർമാരും റെഡി ആയിട്ടാണ്. പിന്നെ ഒന്നാമത് ഇപ്പോൾ റമദാൻ മാസത്തിൽ ഡ്യൂട്ടിക്ക് നമുക്ക് 3 മണി 4 മണിയാകുമ്പോൾ എല്ലാവരും ഏകദേശം ഡ്യൂട്ടി തീരുന്നുണ്ടല്ലോ. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ലക്ഷ്യം ഈ സജ്ജ ക്യാമ്പ് തന്നെയാണ്. വേറൊന്നും ഇപ്പം നമ്മളെ മനസ്സിലില്ല. ഇപ്പം റമദാനിൽ സമയമറിയിച്ചു മുഴങ്ങുന്ന പരമ്പരാഗത പീരങ്കികൾ ഇത്തവണ ദുബൈയിൽ 7 ഇടങ്ങളിൽ മുഴങ്ങും. റമദാൻ പ്രഖ്യാപനം വന്ന ഞായറാഴ്ച രാത്രിയാണ് ആദ്യ പീരങ്കികൾ മുഴങ്ങിയത്. ഇത്തവണ മൊബൈൽ പീരങ്കിയും ദുബായ് പോലീസ് രംഗത്തിറക്കുന്നുണ്ട്. ഷാർജയിൽ 5 ഇടങ്ങളിലാണ് റമദാൻ പീരങ്കി മുഴങ്ങുക. റമദാന് മുന്നോടിയായി പെയ്ഡ് പാർക്കിംഗ്, പൊതുഗതാഗത സംവിധാനങ്ങളുടെ പുതുക്കിയ സമയം എന്നിവ അധികൃതർ പുറത്തുവിട്ടിട്ടുണ്ട്. അതോടൊപ്പം സ്കൂളുകളുടെ സമയക്രമത്തിൽ അടക്കം മാറ്റമുണ്ടാകും. ഇവിടെ വരുന്ന ആൾക്കാർക്ക് എല്ലാവർക്കും ഫുഡ് എത്തിക്കുക, പുണ്യമാസമായ റമദാനിൽ ഒരാൾ പോലും പട്ടിണി കിടക്കരുത് എന്ന ഒരു ഉദ്യമത്തിൽ കൈമേമർന്ന് പണിയെടുത്തുകൊണ്ട് എല്ലാവർക്കും എത്തിക്കാനുള്ള ഒരു സംവിധാനത്തിലേക്കുള്ള സെറ്റപ്പാണ്. ഒരു പ്രത്യേക സംഘടന എന്ന് പറയാനില്ല, എല്ലാവരും സമാന ചിന്താഗതിക്കാരായിട്ടുള്ള എല്ലാവരും കൂടി ഒത്തുചേർന്ന് കൊണ്ടുപോകുന്ന ഒരു പ്രസ്ഥാനം എന്നുള്ള രീതിയിൽ ഇഫ്താർ ഫോഴ്സിൻ്റെ ബാനറിൽ നമ്മൾ ചെയ്യുന്ന ഒരു പുണ്യപ്രവർത്തനമാണ്. അതിനിടെ റമദാൻ മാസത്തിൽ ഭിക്ഷാടനം നടത്തുന്നവരെ അകറ്റി നിർത്തണമെന്നാണ് പോലീസിന്റെ മുന്നറിയിപ്പ്. സ്ത്രീവേഷം ധരിച്ച് യാചന നടത്തിയെത്തിയ യുവാവിനെ ദുബായ് പോലീസ് കഴിഞ്ഞ ദിവസമാണ് അറസ്റ്റ് ചെയ്തത്. വിശുദ്ധ മാസത്തിൽ ഭിക്ഷാടനം നിയന്ത്രിക്കുന്നതിന് പോലീസ് ആരംഭിച്ച ക്യാമ്പയിന്റെ ഭാഗമായാണ് നടപടി. റമദാൻ മാസത്തിൽ ഭിക്ഷാടനം നിയന്ത്രിക്കുന്നതിന്റെ ഭാഗമായി ഭിക്ഷാടകർ സാധാരണ കേന്ദ്രീകരിക്കുന്ന സ്ഥലങ്ങളിൽ പോലീസ് സുരക്ഷയും പരിശോധനയും ശക്തമാക്കിയിട്ടുണ്ട്. റമദാന്റെ ആദ്യ ദിവസം 17ഓളം ആളുകളെയാണ് ഇത്തരത്തിൽ പോലീസ് പിടിച്ചത്. സഹതാപത്തിന്റെ അടിസ്ഥാനത്തിൽ യാചകരെ പ്രോത്സാഹിപ്പിക്കരുതെന്നും അർഹരായവർക്ക് സഹായം നൽകാനുള്ള സർക്കാർ സംവിധാനങ്ങളിലൂടെ മാത്രം സഹായങ്ങൾ നൽകണമെന്നും അധികൃതർ പൊതുജനങ്ങളെ ഓർമ്മിപ്പിച്ചു. എണ്ണ അനുബന്ധ വ്യവസായ രംഗത്ത് ഗൾഫിൽ തന്നെ പ്രമുഖ സ്ഥാനമുള്ള കമ്പനിയാണ് NBTC. കുവൈത്ത് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന NBTC കമ്പനി കുവൈത്തിൻ്റെ ദേശീയ ദിനത്തോടനുബന്ധിച്ച് കമ്പനി ആസ്ഥാനത്ത് വ്യത്യസ്തമായ പരിപാടി ഒരുക്കി. NBTC കാർണിവലിൻ്റെ വിശേഷങ്ങളിലേക്കാണ് ഇനി കടക്കുന്നത്. എണ്ണ അനുബന്ധ വ്യവസായ രംഗത്തെ മിഡിൽ ഈസ്റ്റിലെ പ്രമുഖരായ NBTC കുവൈറ്റ് ദേശീയ ദിനാഘോഷങ്ങളുടെ ഭാഗമായാണ് കാർണിവൽ സംഘടിപ്പിച്ചത്. NBTCയുടെ കുവൈത്തിലെ ആസ്ഥാന മന്ദിരത്തിൽ സംഘടിപ്പിച്ച കാർണിവൽ ആഘോഷവേള എന്നതിനപ്പുറം വൺ ടീം വൺ ഫാമിലി എന്ന NBTCയുടെ ആപ്തവാക്യം അന്വർത്ഥമാക്കുന്ന ദിനമായി മാറുകയാണ്. കാർണിവലിൻ്റെ കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ കൂടെ ഏകദേശം 30,000 പേര് വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു പല സൈറ്റുകളിലായിട്ട്. ഈ ഞങ്ങളുടെ ആൾക്കാരെ ഒരുമിച്ച് ഒരിടത്ത് കൊണ്ടുവരിക, അവരെ മീറ്റ് ചെയ്യിക്കുക, ഈ ഞങ്ങളുടെ മെമ്പേഴ്സാണെന്ന് അവരെ ഓരോരുത്തരെയും പരിചയപ്പെടുത്താനും അവർ തമ്മിൽ പരിചയപ്പെടാനും ഉള്ള ഒരു സാഹചര്യം ഒരുക്കുക. പല രാജ്യത്തു നിന്നുള്ള ആൾക്കാരുണ്ട് ഞങ്ങളുടെ, ഏകദേശം 24 കൺട്രീസിൽ നിന്നുള്ള ആൾക്കാർ നമ്മളോട് വർക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ പല രാജ്യത്തു നിന്നുള്ള ആൾക്കാർ അവരുടേതായ
ഫുഡ് കഴിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്, ഹോം മെയ്ഡ് ഫുഡ്. നമ്മൾ റെസ്റ്റോറൻറ്റിൽ പോയി കഴിക്കുന്നതും മെസ്സിൽ പോയി കഴിക്കുന്നതും എല്ലാം അതിൻ്റേതായ വ്യത്യാസമുണ്ടല്ലോ. പല രാജ്യത്തു നിന്നുള്ള ആൾക്കാരുണ്ട്, അവർക്ക് ഇഷ്ടപ്പെട്ട ഫുഡുകൾ അവരെ കൊണ്ട് തന്നെ ചെയ്യിക്കും. നമ്മൾ ഇൻഗ്രീഡിയൻസ് എല്ലാം നമ്മൾ കൊടുക്കുന്നതിന് വേണ്ടി കൊടുത്തിട്ട് അവരെ കൊണ്ടത് ചെയ്യിച്ചിട്ട് അത് അവർക്കൊരു ഫുഡ് ഫെസ്റ്റിവലാണ് അവിടെ ആ ദിവസം നടക്കുന്നത്. അതിൻ്റെ അകത്തൊരു ചെറിയ ഒരു ചാർജ് ചെയ്യും. അതിൽ നിന്ന് കിട്ടുന്ന ഇൻകം ഞങ്ങളുടെ ഫാമിലി ബെനിഫിറ്റ് ഫണ്ടിലേക്ക് പോകും. ഞങ്ങളുടെ ഫാമിലി ബെനിഫിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മരണം നടന്നു കഴിഞ്ഞാൽ അവരുടെ ഫാമിലിക്ക് വേണ്ടി ഞങ്ങളൊരു 8 ലക്ഷം മുതൽ അത് സാലറി കൂടുന്നതനുസരിച്ചിട്ട് ഒരു 40 ലക്ഷം 50 ലക്ഷം രൂപ വരെ ഇവരുടെ ഫാമിലിക്ക് കിട്ടും. ഹോം ഫോർ ഹോംലെസ് എന്ന പദ്ധതിയിൽ അർഹരായ തൊഴിലാളികൾക്ക് വർഷം തോറും 26 വീടുകളാണ് ഓരോ കാർണിവലിലും പ്രഖ്യാപിക്കപ്പെടുന്നത്. ഈ വർഷത്തെ 25 ഉൾപ്പെടെ 160 വീടുകൾ ഈ പദ്ധതിയുടെ ഭാഗമായി ഇതിനോടകം പ്രഖ്യാപിച്ചു. ഈ വർഷത്തെ 25 ഉൾപ്പെടെ 160 വീടുകളാണ് ഈ പദ്ധതിയുടെ ഭാഗമായി ആകെ പ്രഖ്യാപിച്ചത്. ഇതിൽ 135 വീടുകളുടെ താക്കോൽദാനം നടന്നു കഴിഞ്ഞു. ഹോം ഫോർ ഹോംലെസ് എന്ന് പറയുന്നത് ഞങ്ങളിപ്പം 10-22 വർഷമായിട്ട് നമ്മുടെ കൂടെ വർക്ക് ചെയ്യുന്നവർക്ക് ഒരു വീടില്ലാത്ത ഒരുത്തന് ഒരു ചെറിയ വീട് കൊടുക്കുകയാണ്. അവൻ്റെ സ്വന്തമാക്കാനുള്ള സാഹചര്യം ഒരുക്കുകയാണ് ഞങ്ങളുടെ ഇത്. അതൊരു വർഷം ഞങ്ങൾ 25 വീടാണ് സാധാരണ ചെയ്യുന്നത്. അത് കഴിഞ്ഞ 2-3 വർഷം നമുക്ക് ചെയ്യാൻ സാധിക്കാഞ്ഞതുകൊണ്ട് ഈ കോവിഡും കാര്യങ്ങളും കൊണ്ട് അത് സാധിക്കാഞ്ഞതുകൊണ്ട് നമ്മൾ ഈ വർഷം കഴിഞ്ഞ വർഷം 52 വീട് അനൗൺസ് ചെയ്തു. അത് ഈ വർഷം ആ 52 വീടും അവർക്ക് റിലീസ് കീ കൊടുത്തു. പിന്നെ ഈ വർഷം അടുത്ത വർഷത്തേക്ക് നമ്മളിപ്പം ഇത് കൊടുത്തിരിക്കുന്നത് അവരെ സെലക്ട് ചെയ്തിട്ട് അവർക്ക് കൊടുക്കുന്നത് 26 പേർക്ക്. ഇത്തരം പദ്ധതികളെ കൂടാതെ തൊഴിലാളികളുടെ മക്കൾക്കുള്ള പ്രൊഫഷണൽ വിദ്യാഭ്യാസ സഹായം, എംപ്ലോയി വെൽഫെയർ ഫണ്ട്, വിദ്യാർത്ഥികൾക്കുള്ള ക്ലാസ് ടോപ്പർ അവാർഡ് തുടങ്ങി നിരവധി പദ്ധതികളാണ് വേറെയുമുള്ളത്. ഇടമലക്കുടിയിൽ നമ്മളൊരു 4-5 വർഷം മുമ്പ് ടേക്കപ്പ് ചെയ്തതാണ് ആ ഒരു ട്രൈബൽ വില്ലേജ്. ആ വില്ലേജിൽ റോഡും ഇല്ല, വണ്ടിയും ഇല്ല, ഒന്നുമില്ലാത്ത ഒരു സ്ഥിതിയാണ്. എന്തെങ്കിലും ഒരാൾക്ക് അസുഖം വന്നു കഴിഞ്ഞാൽ അവരെ ക്യാരി ചെയ്തിട്ടും അല്ലെ ആൾക്കാരെ ഓരോ അവരെ പുറത്തൊക്കെ എടുത്തിട്ടൊക്കെ കൊണ്ടുവന്ന് അപ്പോൾ അത് നമ്മൾ അറിഞ്ഞിട്ട് നമ്മളൊരു പുതിയൊരു ആംബുലൻസ് 4-wheel ഡ്രൈവ് ആംബുലൻസ് അവിടെ കൊടുത്തു. അത് എന്നിട്ട് അതിൻ്റെ കംപ്ലീറ്റ് മെയിൻ്റനൻസ്, ഡ്രൈവറെ ഹെൽപ്പ്, ഒരു നേഴ്സ്, അതിൻ്റെ ബാക്കിയുള്ള ചിലവുകളും പെട്രോളും മെയിൻ്റനൻസ് എല്ലാം നമ്മൾ തന്നെയാണ് ചെയ്യുന്നത്. അതിപ്പോൾ അങ്ങനെ പോകുന്നത്. എന്നാൽ അവിടെ റോഡ്, അതിൻ്റെ കൂടെ ഞങ്ങളൊരു സ്കൂളും ഒരു ക്ലിനിക്കും അവിടെ ചെയ്യാനായിട്ട് ഞങ്ങൾ ബഡ്ജറ്റ് ചെയ്തിരുന്ന, പക്ഷേ അവിടെ റോഡ് ഇല്ലാത്തത് കൊണ്ട് അങ്ങോട്ട് പോകാനായിട്ട് പ്രയാസം. ഇപ്പോൾ അവർ റോഡ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് അവിടെ. അങ്ങനെ അത് സൗകര്യമാകുകയാണെന്നുണ്ടെങ്കിൽ നമ്മളവിടെ പറഞ്ഞിരുന്നത് പോലെ ഒരു സ്കൂളും ഒരു ക്ലിനിക്കും ചെയ്യാനായിട്ട് പരിപാടിയുണ്ട്. 0 നിന്ന് തുടങ്ങിയ തന്നെ സംബന്ധിച്ച എന്തെങ്കിലും വിജയമുണ്ടായിട്ടുണ്ടെങ്കിൽ അത് തന്നോടൊപ്പം ജോലി ചെയ്യുന്നവരുടെ കഴിവ് കൂടിയാണെന്ന ഉത്തമ ബോധ്യമുണ്ടെന്നും അതുകൊണ്ട് തന്നെ അവർക്ക് അവകാശപ്പെട്ടത് തിരികെ നൽകേണ്ടത് തന്റെ കടമയാണെന്നും മാനേജിംഗ് ഡയറക്ടർ KG എബ്രഹാം പറഞ്ഞു. നമ്മളൊരു ബിസിനസ് 0-ൽ നിന്ന് തുടങ്ങി. ഇതെല്ലാം നമ്മളെ വളർത്തിയ നമ്മുടെ കൂടെ വർക്ക് ചെയ്ത വർക്കേഴ്സാണ്. അതിൻ്റെ പ്രയോജനം തീർച്ചയായിട്ടും അവർക്കും കിട്ടണം. നമ്മൾ അവരെ കെയർ ചെയ്യുന്നുണ്ടെന്ന് അവർക്കും തോന്നണം. നമ്മളല്ലാതെ കുറച്ച് പൈസ ഉണ്ടാക്കിയിട്ട് കാര്യമില്ല. നമ്മൾക്ക് കിട്ടുന്ന അനുസരിച്ച് അതിൻ്റെ ഒരു പെർസെൻറ്റേജ് തീർച്ചയായിട്ടും അവർക്കും കൂടെ അർഹതയുള്ളതാണ്.
അപ്പോൾ അവർക്ക് നമ്മൾ ചെയ്യുമ്പോൾ അതിൻ്റെ അകത്ത് കിട്ടുന്ന സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയുന്നതാണ് നമ്മുടെ അസറ്റ്. അവരുടെ ബെനിഫിറ്റ് അവർക്ക് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അവരും തീർച്ചയായിട്ടും നമ്മളുടെ കൂടെ ഒരു കുടുംബത്തെ പോലെ തന്നെ വർക്ക് ചെയ്യും. അതാണ് എൻ്റെ സീക്രട്ട് ഓഫ് സക്സസ് ഓൾസോ. ഈ വർഷത്തെ കാർണിവലിൽ പ്രമുഖ ഗായകൻ ബിജു നാരായണനൊപ്പം നാട്ടിൽ നിന്നുള്ള നിരവധി കലാകാരന്മാരും കുവൈത്തിലെ നിരവധി കലാകാരന്മാരും പങ്കെടുത്ത കലാപരിപാടികളും അരങ്ങേറിയിരുന്നു. ഇനി സൗദി അറേബ്യയിലേക്കാണ് ഇനി യാത്ര. സൗദി അറേബ്യയിലെ ജിസാൻ പൈതൃക ഗ്രാമത്തിൻ്റെയും ജിസാൻ വിൻ്റർ ഫെസ്റ്റിവൽ 2024 വിശേഷങ്ങൾ കാണാം. സൗദിയിലെ തുറമുഖ നഗരമായ ജീസാൻ പ്രവിശ്യയുടെ സാംസ്കാരിക തനിമയും പൈതൃകവും വിളിച്ചോതുന്ന ചരിത്രത്തിന്റെ അവശേഷിപ്പുകളും പരമ്പരാഗത ജനജീവിതത്തിന് നേർക്കാഴ്ചകളും ഒരുക്കി ജീസാൻ പൈതൃക ഗ്രാമം സന്ദർശകരുടെ ശ്രദ്ധ നേടുകയാണ്. കഴിഞ്ഞ ദിവസം സമാപിച്ച ജിസാൻ വിന്റർ ഫെസ്റ്റിവൽ 2024 പ്രധാന വേദിയായ പൈതൃക ഗ്രാമത്തിൽ ഫെസ്റ്റിവൽ കാലത്ത് ദിനം പ്രതി 4000-ലധികം സന്ദർശകരാണ് എത്തിയതെന്നാണ് ഡയറക്ടർ ഹമദ് അലി മുഹ്സൻ ദഗ്ദഗി പറഞ്ഞത്. പ്രവിശ്യയുടെ സാംസ്കാരിക വൈവിധ്യവും കലാപാരമ്പര്യവും ആവിഷ്കരിക്കുന്ന 100ഓളം പരമ്പരാഗത കലാപരിപാടികളും സാംസ്കാരിക പരിപാടികളും വിന്റർ ഫെസ്റ്റിവലിനോടനുബന്ധിച്ച് ഇത്തവണ പൈതൃക ഗ്രാമത്തിൽ അരങ്ങേറിയിരുന്നു. ജിസാൻ പൈതൃക ഗ്രാമം വർഷം മുഴുവൻ പ്രവർത്തിക്കുന്നുണ്ടെങ്കിലും വാരാന്ത്യങ്ങളിലും ഫെസ്റ്റിവൽ കാലത്തുമാണ് സന്ദർശകർ കൂടുതലായി എത്താറുള്ളത്. ജിസാൻ സൗത്ത് കോർണിഷിൽ അൽ മർജാൻ ബീച്ചിന് സമീപം 4,84,670 ചതുരശ്ര മീറ്റർ വിസ്തൃതിയിൽ നിർമ്മിച്ചിരിക്കുന്ന പരമ്പരാഗത സൗദി വാസ്തുവിദ്യയിലുള്ള കെട്ടിട സമുച്ചയങ്ങൾ ഉൾപ്പെടുന്ന പൈതൃക ഗ്രാമം ജിസാൻ ഗവർണർ മുഹമ്മദ് ബിൻ നാസിർ ബിൻ അബ്ദുൽ അസീസ് രാജകുമാരൻ ആവിഷ്കരിച്ച വേറിട്ട നിക്ഷേപക സംരംഭമാണ്. ആദ്യ ജിസാൻ വിന്റർ ഫെസ്റ്റിവലിനോടനുബന്ധിച്ച് 2009 ഫെസ്റ്റിവലിന്റെ സ്ഥിരം വേദിയായി ജിസാൻ പൈതൃക ഗ്രാമം നിർമ്മിച്ചത്. ജിസാനിലെ പഴയകാല ജനജീവിതവും പ്രൗഢമായ ഗതകാലവും മനോഹരമായി പുനരാവിഷ്കരിച്ചിരിക്കുന്ന പൈതൃക ഗ്രാമം ചരിത്രത്തിന്റെ നേർക്കാഴ്ചയായി സന്ദർശകർക്ക് അനുഭവപ്പെടും. കരിങ്കല്ലും കളിമണ്ണും ഈന്തപ്പനയുടെ തടിയും മറ്റ് പ്രകൃതി വിഭവങ്ങളും ഉപയോഗിച്ച് പരമ്പരാഗത വാസ്തുവിദ്യയിൽ 3 നിലകളിലായി നിർമ്മിച്ചിട്ടുള്ള പ്രധാന കെട്ടിടമായ അൽ ബൈത്തുൽ ജബലി സന്ദർശകരെ വിസ്മയിപ്പിക്കുന്ന വാസ്തു നിർമ്മിതിയാണ്. പുരാതന കാലത്തെ വീട്ടുപകരണങ്ങൾ, പാത്രങ്ങൾ, അടുക്കള ഉപകരണങ്ങൾ, തടികൊണ്ടുള്ള ഇരിപ്പിടങ്ങൾ, റാന്തൽ വിളക്കുകൾ, നിത്യോപയോഗ വസ്തുക്കൾ, പുരാവസ്തു ശേഖരങ്ങൾ, കാർഷികോപകരണങ്ങൾ, ആയുധങ്ങൾ, ആഭരണങ്ങൾ തുടങ്ങി ചരിത്രത്തിന്റെ അമൂല്യമായ ശേഷിപ്പുകളുടെ പ്രദർശനം അൽ ബൈത്തുൽ ജബലിയിൽ ചിട്ടയോടെ ഒരുക്കിയിട്ടുണ്ട്. അൽ ബൈത്തുൽ ജബലിയുടെ മുറ്റത്ത് സ്ഥാപിച്ചിരിക്കുന്ന അൽഖദ അൽ ഹിജാസിയ എന്ന പഴയകാലത്തെ തടികൊണ്ടുള്ള വലിയ ഇരിപ്പിടം പഴയകാല അറബ് ആതിഥ്യ മര്യാദകളെ ഓർമ്മിപ്പിക്കുന്നതാണ്. വിശാലമായ തീരപ്രദേശവും മലകളും സമതല പ്രദേശങ്ങളും ഉൾപ്പെടുന്ന ജിസാനിലെ വൈവിധ്യമാർന്ന ഭൂപ്രകൃതിക്ക് അനുയോജ്യമായ രീതിയിൽ പുരാതന കാലത്തുണ്ടായിരുന്ന അൽ ബൈത്തുൽ ജബലി, അൽ ബൈത്തുൽ തിഹാമി, അൽ ബൈത്തുൽ ഫറസാനി എന്നീ 3 തരം വീടുകളും തനിമ നഷ്ടപ്പെടാതെ പൈതൃക ഗ്രാമത്തിൽ വാസ്തുചാരുതയോടെ പുനഃസൃഷ്ടിച്ചിട്ടുണ്ട്. മനോഹരമായ കടൽപ്പാലം നിർമ്മിച്ച് കടലിന് നടുവിലായി ഒരുക്കിയിരിക്കുന്ന ഫറസാൻ ദ്വീപിന്റെ ചെറുമാതൃക സന്ദർശകരുടെ പ്രധാന ആകർഷണമാണ്. പൈതൃക ഗ്രാമത്തിന്റെ നടുവിലായി തദ്ദേശീയ കരകൗശല വസ്തുക്കളും കാർഷിക വിഭവങ്ങളും സൗന്ദര്യവർദ്ധക വസ്തുക്കളും നാടൻ നിത്യോപയോഗ വസ്തുക്കളും എല്ലാം വിൽക്കുന്നതിനായി ഒരുക്കിയിട്ടുള്ള പരമ്പരാഗത സൂക്ക് പഴയകാല സൗദിയിലെ ഗ്രാമചന്തകളെ ഓർമ്മിപ്പിക്കുന്നതാണ്. ജിസാനിലെ നാടൻ പാട്ടുകളുടെയും നാടോടി നൃത്തങ്ങളുടെയും പരമ്പരാഗത കലാരൂപങ്ങളുടെയും മുഖ്യമായ അവതരണ വേദി കൂടിയാണ് ജിസാൻ പൈതൃക ഗ്രാമം. സൗദിയിലെ നാടോടി നൃത്തങ്ങളും കലാരൂപങ്ങളും വേറിട്ട രൂപഭേദങ്ങളുമായി പ്രാദേശിക തനിമയോടെയാണ് ജിസാനിലെ പാരമ്പര്യ കലാകാരന്മാർ അവതരിപ്പിക്കുന്നത്.
സൗദി കമ്മീഷൻ ഫോർ ടൂറിസം ആൻഡ് ഹെറിറ്റേജ് അതോറിറ്റിയും ജിസാൻ വിനോദസഞ്ചാര വികസന കൗൺസിലുമാണ് ജിസാൻ പൈതൃക ഗ്രാമത്തിന്റെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നത്. സൗദിയിലെ വിവിധ സ്ഥലങ്ങളിൽ നിന്നും പുറത്തുനിന്നുമായി സ്വദേശികളും വിദേശികളുമായ നിരവധി സന്ദർശകരും വിനോദസഞ്ചാരികളും ഇവിടെ എത്താറുണ്ട്. ജിസാൻ പൈതൃക ഗ്രാമത്തിലെ സന്ദർശക സമയം എല്ലാ ദിവസവും വൈകിട്ട് 4 മുതൽ രാത്രി 2 വരെയും വ്യാഴം വെള്ളി ദിവസങ്ങളിൽ രാത്രി 3 മണി വരെയുമാണ്. സന്ദർശകർക്ക് പ്രവേശനം തികച്ചും സൗജന്യമാണ്. അറബി ദിസ് വീക്കിന്റെ ഈ ഒരു അധ്യായം ഇവിടെ പൂർണ്ണമാവുകയാണ്. അറബിൻ നാടുകളിലെ കൂടുതൽ കൗതുക കാഴ്ചകളും വിശേഷങ്ങളുമായി അറബി ദിസ് വീക്ക് അടുത്തയാഴ്ച ഇതേ സമയം ഇതേ ദിവസം. നമസ്കാരം.